ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് പ്രോപ്പർട്ടീസ് ടിപ്പിക്കൽ ഓഫ് നോൺ ഫെറസ് മെറ്റൽസ്? നമ്മൾ ഈ താഴെ കൊടുത്തേക്കുന്നതിൽ നോൺ ഫെറസ് മെറ്റൽസിനായിട്ട് ഉള്ള ടിപ്പിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? അതായത് നമ്മൾ ഈ താഴെ കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് ആണ് നോൺ ഫെറസ് മെറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് ടിപ്പിക്കലായിട്ട് നോൺ ഫെറസ് മെറ്റൽസിന് മാത്രം കാണുന്ന പ്രോപ്പർട്ടി ഏതെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മാഗ്നറ്റിക്, മാഗ്നറ്റിസം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ബി അത് ഹെവി ആണോ എന്നുള്ളതാണ്. ഓപ്ഷൻ സി കൊറോഷൻ റെസിസ്റ്റന്റ് ആണെന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ബ്രിട്ടിൽ ആണോ എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ ഈ നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ അയൺ കണ്ടന്റ് ഇല്ലാതെ വരുന്ന മെറ്റൽസിനെയാണ് പൊതുവെ നമ്മൾ നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതില് ഈ അയൺ കണ്ടന്റ് ഇല്ലാത്ത മെറ്റലിന് കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതെന്താണ്? കൊറോഷൻ റെസിസ്റ്റന്റ് ആണെന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ഇരുമ്പാണെങ്കിൽ തുരുമ്പെടുക്കുള്ളൂ നമ്മൾ പണ്ടുള്ള ആൾക്കാർ പറയുന്നത് പോലെ. ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ നോൺ ഫെറസ് മെറ്റൽസിനകത്ത് അയണിന്റെ കണ്ടന്റ് ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്, അത് തുരുമ്പെടുക്കത്തില്ല എന്നുള്ളതാണ് നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യം. അതായത് കൊറോഷൻ റെസിസ്റ്റന്റ്, അതായത് നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, കൊറോഷൻ റെസിസ്റ്റൻസ്. അതായത് നമുക്ക് മനസ്സിലാക്കാം ഏകദേശം എല്ലാ നോൺ ഫെറസ് മെറ്റൽസിനും നല്ല കൊറോഷൻ റെസിസ്റ്റൻസ് ഉണ്ടെന്നുള്ളത് ഓർക്കുക. അതായത് ഫെറസ് ആയിട്ടുള്ള എല്ലാ മെറ്റൽസിനും കൊറോഷൻ റെസിസ്റ്റൻസ്. കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇരുമ്പിന്റെ കേസിലാണെങ്കിൽ റസ്റ്റിംഗ് എന്ന് നമുക്ക് പറയാം. അതല്ല കോപ്പർ പോലുള്ള സംഭവങ്ങളാണെങ്കിൽ നമ്മുടെ ഈ ക്ലാവ് എന്നൊക്കെ പറയില്ലേ, ഇതെല്ലാം കൊറോഷൻ. ഇപ്പൊ തുരുമ്പ് മാത്രമല്ല കൊറോഷൻ നമ്മൾ പറയുന്നത്. തുരുമ്പ് എന്ന് പറയുമ്പോൾ ഇരുമ്പ് ആണെങ്കിലാണ് അത് തുരുമ്പെടുക്കുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന നോൺ ഫെറസ് ആയിട്ടുള്ള മെറ്റൽസ് ആണെങ്കിൽ അപ്പൊ അതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മാക്സിമം എല്ലാ നോൺ ഫെറസ് മെറ്റൽസിനും കൊറോഷൻ റെസിസ്റ്റന്റ് ആയിരിക്കും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അയണിന്റെ കണ്ടന്റ് ഇല്ലാത്ത മെറ്റൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കോപ്പർ എടുക്കുന്നു, നിങ്ങൾ കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ എടുക്കുന്നു. അപ്പൊ കോപ്പർ എന്ന് പറയുന്നത് ഒരിക്കലും തുരുമ്പെടുക്കത്തില്ല. അപ്പൊ അത് കണക്ക് കൊറോഷൻ എന്ന് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് തുരുമ്പിനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കൊറോഷൻ വരരുതെങ്കിൽ അത് നോൺ ഫെറസ് ആയിരിക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, സിമ്പിൾ ആണ്, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 പോവാം. ബ്രോൺസ് ഈസ് ആൻ അലോയോ. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബ്രോൺസ് എന്ന് പറയുന്ന അലോയിനകത്ത് ഉള്ള കണ്ടൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? നമ്മുടെ ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്നത് കോപ്പർ ആൻഡ് ടിൻ. കോപ്പറും ടിന്നുമാണോ? ഓപ്ഷൻ ബിയിൽ അയൺ ആൻഡ് കാർബൺ, അയണും കാർബണുമാണോ ബ്രോൺസ് എന്ന് പറയുന്ന അലോയിനകത്തുള്ളത്? സിങ്ക് ആൻഡ് ലെഡ് ആണോ ഉള്ളത്? അടുത്തത് ഓപ്ഷൻ ഡി അലൂമിനിയം ആൻഡ് നിക്കൽ. അപ്പൊ നമുക്കറിയാം ബ്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് ആൻ അലോയ് ഓഫ്, നമുക്കറിയാം കോപ്പർ ആൻഡ് ടിൻ. അതായത് കോപ്പറിന്റെയും ടിന്നിന്റെയും ഒരു അലോയിനെയാണ് നമ്മൾ ബ്രോൺസ് എന്ന് പറയുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ, കോപ്പർ ആൻഡ് ടിൻ ആണ്. അതായത് നമ്മളെ ബ്രോൺസ് എന്ന് പറയുന്നത് നമ്മുടെ കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോൺ ഫെറസ് അലോയാണ്. അപ്പൊ അതിനകത്ത് ഉള്ളത് എന്തൊക്കെയാണ്? കോപ്പറും ടിന്നുമാണ്. ഇനി നമ്മൾ ബ്രാസ് എന്ന് ബ്രോൺസ് പറഞ്ഞപ്പോൾ നമ്മൾ അത് വിട്ടുപോകരുത്. ബ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാസ് എന്ന് പറഞ്ഞാൽ ഇതും ഒരു അലോയിയാണ്. അതിനകത്ത് കോപ്പറും സിങ്കുമാണ് ഉള്ളത്. ഓർത്ത് വയ്ക്കുക, ബ്രാസിനകത്തുള്ളത് കോപ്പറും സിങ്കുമാണ്, ബ്രോൺസിനകത്തുള്ളത് കോപ്പറും ടിന്നുമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പൊ ഈസി ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രോൺസിനകത്ത് ഇസഡ് എന്ന് പറഞ്ഞ ഒരു ലെറ്റർ ഉണ്ട്. പക്ഷെ കോപ്പർ രണ്ടിനും കോമണുമാണ്. അപ്പൊ ബ്രോൺസ് ആണെങ്കിൽ ഇസഡ് ഇല്ലാത്ത ടിന്ന് ആണ് വരുന്നത് അതിന്റെ കൂടെ. ബ്രോൺസിനകത്ത് കോപ്പറും ടിന്നുമാണ്. അപ്പൊ ബ്രാസിനകത്ത് ഇസഡ് ഇല്ല, അപ്പൊ അതിനകത്ത് ഇസഡ് ഉള്ള സിങ്ക് വരും. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചാലേ നിങ്ങൾ ഓർമ്മയിലിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഓർത്ത് വയ്ക്കുക. ബ്രോൺസിനകത്തുള്ളത് കോപ്പറും ടിന്നുമാണ്, ബ്രാസിനകത്തുള്ളത് കോപ്പറും സിങ്കുമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3 പോവാം. ഗാൽവനൈസേഷൻ ഇൻവോൾവ്സ് കോട്ടിംഗ് സ്റ്റീൽ വിത്ത്. അപ്പൊ ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനകത്ത് സ്റ്റീലിനകത്ത് നിങ്ങൾ എന്താണ് കോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ആരെങ്കിലും ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്യാവോ? അപ്പൊ ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനകത്ത് നിങ്ങൾ സ്റ്റീലിന്റെ പുറത്ത് എന്തിനെയാണ് കോട്ട് ചെയ്യുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കോപ്പർ ആണോ? ഓപ്ഷൻ ബി ടിൻ ആണോ? ഓപ്ഷൻ സി സിങ്ക് ആണോ? ഓപ്ഷൻ ഡി
നിക്കലാണോ? നമുക്കറിയാം ഇപ്പൊ സിങ്ക് എന്ന് പറയുന്നത് ഒരു നോൺ ഫെറസ് മെറ്റൽ ആണ്. ഇത് നമ്മൾ സ്റ്റീലിനെ കൊറോഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന സിങ്കിനെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ സ്റ്റീലിന്റെ പുറത്ത് കോട്ട് ചെയ്യുന്നത്. ആ പ്രോസസ് നമ്മൾ പറയുന്ന പേരാണ് ഗാൽവനൈസേഷൻ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ നമ്മുടെ അംബാസഡർ കാറൊക്കെ ഇല്ലേ, ഈ അംബാസഡർ കാർ അല്ലെങ്കിൽ പഴയ ഫിയറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, അത് പ്രീമിയർ പെറ്റ്മിനി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇതിന് ഈ വർഷാവർഷവും നമ്മൾ കുറച്ച് എമൗണ്ട് ഇതിന് പാച്ച് വർക്കിന് വേണ്ടി ചിലവാക്കേണ്ടി വരും. അതിന്റെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിന്റെ ബോഡി ഉണ്ടാക്കിയേക്കുന്ന ആ തകിട് എന്ന് പറയുന്നത് ഗാൽവനൈസ്ഡ് തകിട് അല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഇപ്പോഴൊക്കെ ഇറങ്ങുന്ന നമ്മുടെ ഈ ആൾട്ടോയാണെങ്കിലും അല്ലെങ്കിൽ ഓൾട്ടോ 800 അങ്ങനെയുള്ള നമ്മൾ ഇപ്പോഴുള്ള എല്ലാ വണ്ടികളുടെയും ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഗാൽവനൈസേഷൻ നടത്തിയ തകിട് കൊണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പണ്ടത്തെ വണ്ടിയെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ വണ്ടികളിൽ പാച്ച് വർക്ക് കുറവാണ്. എന്ന് പറഞ്ഞാൽ റസ്റ്റിംഗ് കുറവാണ്. അത് തുരുമ്പ് കാരണം ഉള്ള പാച്ച് വർക്ക് കുറവാണ്. അപ്പൊ നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റീലിന്റെ പുറത്ത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ സിങ്കിനെ കോട്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗാൽവനൈസേഷൻ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, സിങ്ക്. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് പോവാം. ഫെറസ് മെറ്റൽസ് ജനറലി ഹാവ്, അതായത് ഫെറസ് എന്ന് പറഞ്ഞാൽ അയൺ കണ്ടന്റ് ഉള്ള മെറ്റൽസ് ആണ്. അതിന് ജനറൽ ആയിട്ട് വരുന്ന പ്രോപ്പർട്ടി എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷൻ എ നമുക്ക് കൊടുത്തേക്കുന്നത് പുവർ സ്ട്രെങ്ത് വളരെ കുറവാണെന്നുള്ളതാണ്. ഓപ്ഷൻ ബി ലോ മെൽറ്റിംഗ് പോയിന്റ്, ഫെറസ് മെറ്റലിന് മെൽറ്റിംഗ് പോയിന്റ് കുറവാണോ. അടുത്ത സി ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്. ഡി നോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. നമുക്ക് എന്തായാലും അറിയാം ഫെറസ് ആണ് സാധനമെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ സ്ട്രെങ്ത് കുറവല്ല, ലോ മെൽറ്റിംഗ് പോയിന്റും കുറവല്ല. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഓപ്ഷൻ എന്താണ്, നമ്മുടെ സി, അതായത് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്. അതായത് ഫെറസ് മെറ്റൽസിന് പൊതുവേ നമുക്ക് ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അതായത് അയൺ ബേസ്ഡ് മെറ്റൽസ് നമുക്ക് ഈസി ആയിട്ട് റസ്റ്റ് ആവും, അത് നമുക്ക് അറിയാവുന്ന കേസാണ്. പക്ഷെ ഈ ഫെറസ് മെറ്റൽസിന്റെ സ്ട്രെങ്തും ടഫ്നെസ്സും നമുക്ക് കൂടുതലായിരിക്കും, അത് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഫെറസ് മെറ്റൽസ് ജനറലി അതിനെന്തായിരിക്കും, എന്താണ് പ്രോപ്പർട്ടി ഉള്ളത്? ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ടെൻസൈൽ സ്ട്രെങ്ത് മാത്രമല്ല, അതിന്റെ ടഫ്നെസ്സും കൂടുതലായിരിക്കും. ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് എന്ന് നമുക്ക് പറയാം, സ്ട്രെങ്തും കൂടുതലായിരിക്കും, ടഫ്നെസ്സും കൂടുതലായിരിക്കും. അയൺ ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിന്റെ ഒരു കൊറോഷൻ എന്ന് പറയുന്ന സംഭവം കൂടുതലായിരിക്കും. അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, പിന്നെ അതിന്റെ ടഫ്നെസ് കൂടുതലായിരിക്കും. ഇത് രണ്ടും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കയ്യിൽ പേപ്പറോ പേനയോ എല്ലാം ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. അയൺ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ഫെറസ് മെറ്റൽസിന് നമ്മൾ ജനറലി കാണുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്, ടെൻസൈൽ സ്ട്രെങ്ത് ആണെങ്കിലും അത് കൂടുതലായിരിക്കും, ടഫ്നെസ്സും കൂടുതലായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫെറസ് മെറ്റൽസ് ആർ പ്രോൺ ടു, അതായത് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, അറിയാവുന്ന ആൻസർ ആണ്. ഫെറസ് മെറ്റൽസ് നമ്മൾ ഒന്നും ചെയ്യേണ്ട, അത് വെറുതെ വെച്ചിരുന്നാലും അത് അതിനകത്ത് വരുന്ന ഒരു കാര്യം എന്താണ്? കൊറോഷൻ ആണ്. അതായത് ഈസി ആയിട്ട് കൊറോഡാവും, അതായത് തുരുമ്പെടുത്ത് പോകും അയണിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പൊ അയൺ ബേസ്ഡ് മെറ്റൽസ് നമുക്ക് ഈസി ആയിട്ട് റസ്റ്റ് ആവും. അല്ലെങ്കിൽ അത് നമ്മൾ അവയെ എന്ത് ചെയ്യണം? അലോയിങ് അല്ലെങ്കിൽ കോട്ടിങ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അയൺ ബേസ്ഡ് ആയിട്ടുള്ള ഫെറസ് മെറ്റൽസിന് നമ്മൾ അത് തുരുമ്പെടുക്കരുത് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ അതിനെ അലോയിങ് ചെയ്യണം, ഏതെങ്കിലും ഒരു അലോയി അതിനകത്ത് ആഡ് ചെയ്ത് അതിനെ അലോയി കൺവേർഷനോട്ട് കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മൾ കോട്ടിങ് ചെയ്യണം. ആ കോട്ടിങ് ആണ് നമ്മളെ വീട്ടിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗേറ്റിനും നമ്മുടെ വണ്ടിക്കും ഒക്കെ നമ്മൾ ചെയ്യുന്ന പെയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ കോട്ടിങ് അല്ലെങ്കിൽ ഇത് ചെയ്യാത്ത പക്ഷം ഫെറസ് മെറ്റൽസ് ആർ ജനറലി പ്രോൺ ടു കൊറോഷൻ. അതായത് കൊറോഷൻ അതിനകത്ത് ഉണ്ടാവും എന്നുള്ളത് 100 തരം. അതായത് നമ്മളിപ്പം നിങ്ങൾ ഒരു വണ്ടി, നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ വാങ്ങിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങൾ ഈ ബീച്ച് സൈഡിലുള്ള വണ്ടിയാണ് വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ, ബൈക്കാണെന്ന് വെച്ചാൽ പോലും അതിന്റെ ആ മേലത്തെ സ്റ്റെമ്മില്, ഫ്രണ്ടിലെ സ്റ്റെമ്മിലൊക്കെ ഇങ്ങനെ തുരുമ്പ് കാണും. എന്താണ് കാര്യം? ഈ ഉപ്പ് കാറ്റ് വന്ന് അടിക്കുമ്പോൾ ആ കൊറോഷൻ അത് എൻഹാൻസ് ചെയ്യും. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഉപ്പ് കാറ്റ് ഇല്ലെങ്കിൽ പോലും കുറെ നാൾ കഴിയുമ്പം അതിനകത്ത് ഒന്നുകിൽ ഓയിലോ ഗ്രീസോ അല്ലെങ്കിൽ അംശങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും എന്താവും? കൊറോഷൻ നടക്കും. കൊറോഷന് പ്രോണാണ് എല്ലാ ഫെറസ് മെറ്റൽസ്. അതായത് നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ, കൊറോഷൻ. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് പോവാം. ദി ഫിസിക്കൽ പ്രോപ്പർട്ടി ഡിസ്ക്രൈബിങ് ഷൈൻ ഓർ ബ്രൈറ്റ്നസ് ഓഫ് ദ മെറ്റൽ. ഒരു മെറ്റലിന്റെ ഷൈനിങ്, അതായത് അതിന്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഇത് നിർണ്ണയിക്കുന്ന ആ ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരെന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നമുക്ക് ഹാർഡ്നെസ്, ഓപ്ഷൻ ബി ലസ്റ്റർ, ഓപ്ഷൻ സി ബ്രിട്ടിൽനെസ്, ഓപ്ഷൻ ഡി ഡക്റ്റിലിറ്റി. ഇപ്പൊ ഹാർഡ്നെസ് എന്താണെന്ന് നമുക്കറിയാം, ഇൻഡന്റേഷനെ തടയാനുള്ള പ്രോപ്പർട്ടിയാണ്. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോവും, അതായത് നമുക്ക് മാലിബിളോ അങ്ങനെയുള്ളൊന്നുമല്ല.
പെട്ടെന്ന് പൊട്ടി പോകുന്നതാണ്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഈ തിൻ വയറായിട്ട് മാറ്റുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പൊ അതൊന്നും അല്ലാതെ നമുക്ക് ഇതിനകത്തുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലസ്റ്റർ ആണ്. അതായത് ഒരു 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 മെറ്റലിന്റെ അതിന്റെ ഷൈനസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കാണിക്കുന്ന പ്രോപ്പർട്ടിക്ക് പറയുന്ന പേര് ലസ്റ്റർ എന്നാണ്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, ലസ്റ്റർ. ഓക്കെ, ലസ്റ്റർ ഓർത്ത് വയ്ക്കുക. ഇത് നമ്മൾ പൊതുവെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്, പക്ഷേ മെറ്റലിന്റെ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് ലസ്റ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് മെറ്റൽ ഹാസ് ദ ഹയസ്റ്റ് മെൽറ്റിംഗ്? ഈ താഴെ പറയുന്നതിൽ ഏത് മെറ്റലിനാണ് ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതെന്നാണ് ചോദിച്ചത്. നമുക്ക് നോർമലി ഇത് ടങ്സ്റ്റൻ ആണെന്ന് നമുക്കറിയാം. ടങ്സ്റ്റൻ മെൽറ്റിംഗ് പോയിന്റ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫിലമെന്റ് ആയിട്ടൊക്കെ ടങ്സ്റ്റനെ യൂസ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് ഓരോന്നിന്റെയും മെൽറ്റിംഗ് പോയിന്റ് എത്രയാണെന്നുള്ള ഏകദേശ രൂപം നമുക്ക് വേണം. അയൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1540 ആ റേഞ്ചിൽ വരും. 1540 1540 റേഞ്ചിൽ വരും. കോപ്പർ ആണെങ്കിൽ കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് ഒരു 1090 1085 1090 ആ റേഞ്ചിൽ വരും. അലൂമിനിയം എടുത്തു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കണം 660 ആണ് അലൂമിനിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ്. ടങ്സ്റ്റൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു 3380 തൊട്ട് 3422 വരെ വരും. അപ്പൊ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 3400 ആ റേഞ്ചിൽ കാണാം. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽ എന്ന് പറയുന്നത് ടങ്സ്റ്റൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, ടങ്സ്റ്റൻ. ഓർത്ത് വെക്കണം ടങ്സ്റ്റന്റെ മെൽറ്റിംഗ് പോയിന്റ്. ടങ്സ്റ്റനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, ഇനി ഡെൻസിറ്റി ഓഫ് അലൂമിനിയം ഈസ്, അലൂമിനിയത്തിന്റെ ഡെൻസിറ്റി വെരി ലോ ആണോ, ലോ ആണോ, സെയിം as സ്റ്റീൽ ആണോ, വേരിയബിൾ ആണോ എന്നുള്ള ചോദ്യം. അപ്പം വെരി ലോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അത് വളരെ ചെറുതൊന്നുമല്ല ഡെൻസിറ്റി. കാര്യം നമുക്കൊരു 2700 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആ റേഞ്ചിൽ വരുന്നതാണ് അലൂമിനിയത്തിന്റെ ഡെൻസിറ്റി. അപ്പൊ അത് വളരെ കുറവാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ലോ ആണെന്ന് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അയണിനെയും സ്റ്റീലിനെയൊക്കെ വെച്ച് നോക്കുമ്പം അലൂമിനിയത്തിന്റെ ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ടാണ് ഈ അലൂമിനിയത്തിന്റെ വെയിറ്റ് കുറവായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അലൂമിനിയം നമുക്ക് ഈ ഫ്ലൈറ്റിന്റെ ഒക്കെ പല പല പാർട്സ് ഉണ്ടാക്കാൻ വേണ്ടി അലൂമിനിയം യൂസ് ചെയ്യുന്നത് അതിന്റെ ഈ ലോ ഡെൻസിറ്റി കൊണ്ടാണ്. അപ്പൊ അലൂമിനിയത്തിന്റെ ഡെൻസിറ്റി ലോ ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, ലോ ഡെൻസിറ്റി ആണ് അലൂമിനിയം. അപ്പൊ അലൂമിനിയം എന്ന് പറഞ്ഞ ഒരു ലൈറ്റ് വെയിറ്റ് മെറ്റൽ ആണ്, പിന്നെ ഡെൻസിറ്റി ലോ ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അലൂമിനിയം ഡെൻസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ 2700 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, അതാണ് അലൂമിനിയത്തിന്റെ ഡെൻസിറ്റി ഇൻ നമ്മുടെ SI യൂണിറ്റ് ആയ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് നമ്മുടെ ഡെൻസിറ്റിയുടെ യൂണിറ്റ്. അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2700 ആണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് അലൂമിനിയത്തിന്റെ ഡെൻസിറ്റി. ഇനി അത് ഗ്രാം പെർ CCയിൽ, ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലാണെങ്കിൽ അത് 2.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ 2700 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് അലൂമിനിയത്തിന്റെ ഡെൻസിറ്റി. അത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 9ലേക്ക് പോവാം. ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിനിയം ഇസ് അപ്രോക്സിമേറ്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അലൂമിനിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയാണ്, 660 ഡിഗ്രിയാണ്. അതായത് നമുക്ക് കൊടുത്തിട്ടുണ്ട് 200 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ലെഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ലെഡിന് ഏകദേശം 247 ആണെന്നാണ് എന്റെ ഓർമ്മ. പിന്നെ 450 അല്ല, 660 ആണ്. 1500 എന്നൊക്കെ പറയുന്നത് അലൂമിനിയത്തിനെക്കാട്ടിയും, അലൂമിനിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് അല്ല, അതിനെക്കാട്ടിയും ഇപ്പം ഒരു ഡെൻസിറ്റി കൂടിയ മെറ്റീരിയൽ, അയൺ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ മെൽറ്റിംഗ് പോയിന്റ് ആണ് ആ റേഞ്ച് വരുന്നത്. അലൂമിനിയം എന്ന് പറയുന്ന ഡെൻസിറ്റി മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 660 ഡിഗ്രിയാണ്. ഓർത്തൊഴിക്കുക, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിനിയം എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 660 ഡിഗ്രി, 650 തൊട്ട് 700 വരെ എന്ന് വേണമെങ്കിൽ ഓപ്ഷനിൽ കാണാം. എന്നാലും നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. 660 ആണ് കറക്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഡ്യൂറാലൂമിൻ പോലുള്ള സാധനങ്ങളല്ല ഞാൻ പറഞ്ഞത്, പ്യുവർ അലൂമിനിയത്തിന്റെ കേസാണ് പറഞ്ഞത്. 660 ഡിഗ്രിയാണ്. ഓക്കെ, അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, 660 ഡിഗ്രി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് പോവാം. മെറ്റൽസ് വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ് ഇൻക്ലൂഡ്. അതായത് ഈ താഴെ പറയുന്ന ഏത് മെറ്റൽസിനൊക്കെയാണ് മെൽറ്റിംഗ് പോയിന്റ് കുറവായിട്ടുള്ളതെന്നാണ് ചോദ്യം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ മെർക്കുറി ആൻഡ് ലെഡ്. അപ്പൊ മെർക്കുറിയും ലെഡും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ മെർക്കുറിയുടെ മെൽറ്റിംഗ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെർക്കുറി റൂം ടെമ്പറേച്ചറിൽ തന്നെ ലിക്വിഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ലെഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ലെഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 327 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഞാൻ നേരത്തെ 200 ആണ് പറഞ്ഞത്, 327 റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ടങ്സ്റ്റൻ ആൻഡ് അയൺ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു. അലൂമിനിയം ആൻഡ് കോപ്പർ, അലൂമിനിയം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 660 ഡിഗ്രിയിലൊക്കെ വരും. നിക്കലും കൊബാൾട്ടും അതും കൂടുതലാണ്. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും കുറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് ലെഡും
മെർക്കുറിയാണ്. മെർക്കുറി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ റൂം ടെമ്പറേച്ചർ തന്നെ അത് ലിക്വിഡാണ്. ഇനി ലെഡിനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം സോൾഡറിങ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യത്തില്ലേ, വളരെ കുറച്ച് ഒരു ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ പോലും നമ്മുടെ ഈ പറഞ്ഞ ലെഡ് എന്ന് പറയുന്നത് സംഭവം എന്താണ്, ലെഡ് മെൽറ്റ് ആവും. അതായത് 320 ഡിഗ്രി ഉണ്ടെങ്കിൽ ലെഡ് മെൽറ്റ് ആവും. അപ്പൊ ഇത് പറഞ്ഞേക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ് എന്ന് പറയുന്നത് മെർക്കുറിയും ലെഡുമാണ്. ഓർത്ത് വയ്ക്കുക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ, മെർക്കുറി ആൻഡ് ലെഡ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് പോവാം. ദ റെസിസ്റ്റൻസ് ഓഫ് മെറ്റൽ ടു ഇൻഡന്റേഷൻ ഈസ്. അതായത് ഒരു മെറ്റൽ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഒരു മെഴുക് എടുത്തു വെച്ചിട്ട് അതിന്റെ മേലിൽ നിങ്ങൾ കൈ കൊണ്ട് ഞെക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നഖം കൊണ്ട് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നഖത്തിന്റെ പാട് അതിനകത്ത് വീഴും. അതാണ് ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്, ഇൻഡന്റേഷൻ. പക്ഷേ നിങ്ങൾ ഒരു അയൺ പീസ് എടുത്തു വെച്ചിട്ട് നിങ്ങൾ നഖം കൊണ്ട് ഞെക്കിക്കഴിഞ്ഞാൽ ഈ നഖത്തിന്റെ പാട് ആ അയൺ പീസിൽ വീഴൂ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അയൺ പീസിനകത്ത് അതിന് ഈ പറയുന്ന ഇൻഡന്റേഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ മെറ്റലിന്റെ കപ്പാസിറ്റിക്ക് പറയുന്ന പേരെന്തെന്നുള്ളതാണ് ചോദ്യം. ഹാർഡ്നെസ് ആണോ, ഡക്റ്റിലിറ്റി ആണോ, എലാസ്റ്റിസിറ്റി ആണോ, സ്ട്രെങ്ത് ആണോ എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഹാർഡ്നെസ് ആണ് ഒരു മെറ്റലിന് ഇൻഡന്റേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ചതവൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിക്ക് പറയുന്ന പേര് ഹാർഡ്നെസ് എന്നാണ്. ഓർത്ത് വയ്ക്കുക. ഹാർഡ്നെസ് നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ബ്രിണൽ ഹാർഡ്നെസ്സും ടെസ്റ്റിംഗ് മെഷീനും പിന്നെ റോക്ക്വെൽ എന്ന് പറയുന്ന രണ്ട് ആ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹാർഡ്നെസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതും കൂടെ ഓർത്ത് വയ്ക്കുക. ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റ്, റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹാർഡ്നെസ് ഓഫ് എ മെറ്റൽ അല്ലെങ്കിൽ മെറ്റീരിയൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതും കൂടെ ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞതല്ലോ. നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ, ഹാർഡ്നെസ് ആണ് നമ്മുടെ ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് പോവാം. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കാമോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? കേൾക്കാമല്ലോ അല്ലേ? ഹലോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് പോവാണ്. എ ബ്രിട്ടിൽ മെറ്റീരിയൽ യൂഷ്വലി ഷോസ്. അതായത് ഒരു ബ്രിട്ടിൽ എന്ന് പറഞ്ഞതാണ് ഇപ്പൊ കാസ്റ്റ് അയൺ സ്റ്റീൽ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ കാസ്റ്റ് അയണിനെ നിങ്ങൾ ഒരു വലിയൊരു ഹാമർ, അതായത് ഒരു കൂടം പോലുള്ള ഒരു ഹാമർ വെച്ച് കാസ്റ്റ് അയണിന്റെ പുറത്ത് അടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടും. അത് പൊട്ടി 2 പീസാവും. കാര്യം എന്താണ്? അത് ബ്രിട്ടിൽ ആയതുകൊണ്ടാണ് അത് പൊട്ടുന്നത്. ഇനി നേരെ സ്റ്റീലിന്റെ പുറത്താണ് നിങ്ങൾ അടിക്കുന്നതെങ്കിൽ അത് പൊട്ടൂല, അതിങ്ങനെ ചപ്പി അല്ലെങ്കിൽ വളയത്തേ ഉള്ളൂ. കാര്യം അത് ബ്രിട്ടിൽ അല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ സാധാരണ കാണിക്കുന്ന ഒരു താഴെ പറഞ്ഞ ഏത് രീതിയിലാണ് ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ കാണിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ലാർജ് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ. പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ വളരെ കൂടുതലാണോ എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ബ്രിട്ടിൽ മെറ്റീരിയലിന് കൂടുതലല്ല. കാര്യം നിങ്ങൾ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു കംപ്രസീവ് ഫോഴ്സ് ഒക്കെ അതിന്റെ പുറത്ത് ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകത്തേ ഉള്ളൂ. നോ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ, അതാണ് യഥാർത്ഥത്തിലുള്ള ആൻസർ. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗ്ലാസ് എന്ന് പറയുന്ന സാധനം എടുത്ത് നിങ്ങൾ ഒരു ചിറ്റിയിൽ വെച്ച് ഗ്ലാസിനെ അടിച്ച് അത് പൊട്ടിപ്പോവും. വണ്ടിയുടെ ഗ്ലാസ് ആണെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ആയിട്ട് വീഴും, എന്നാലും അത് പൊട്ടുവാണ് ചെയ്യുന്നത്. കാര്യം അത് ബ്രിട്ടിലായതുകൊണ്ടാണ്. ഓക്കെ, ഇനി പക്ഷേ നിങ്ങൾ ഒരു സ്റ്റീല് ഒരു മെറ്റീരിയൽ എടുത്തിട്ട് അതിനെ നിങ്ങൾ ഒരു ഹാമർ വെച്ച് സ്ട്രൈക്ക് ചെയ്താൽ അത് പൊട്ടത്തില്ല, അത് ചപ്പത്തേ ഉള്ളൂ. കാര്യം അത് ബ്രിട്ടിൽ അല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള ഓപ്ഷൻ, നമുക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ബ്രിട്ടിൽ മെറ്റീരിയൽ യൂഷ്വലി ഷോസ് നോ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ. ബ്രിട്ടിൽ മെറ്റീരിയൽ എന്നതിനകത്ത് നിങ്ങൾ ഡീഫോർമേഷൻ കൊടുക്കാൻ ശ്രമിച്ചാലും അത് ഡീഫോം ആവാതെ അത് പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. അതായത് വിത്തൗട്ട് എനി ഡീഫോർമേഷൻ അത് ബ്രേക്ക് ആവും, അതാണ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് ബാക്കിയുള്ള ഓപ്ഷനുകൾ നോക്കാം. ഹൈ ഡക്റ്റിലിറ്റി, ഒരിക്കലും ഭയങ്കര ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയൽ ഡക്റ്റൈൽ അല്ല. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു തിൻ വയറായിട്ടൊക്കെ വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇപ്പൊ കോപ്പർ പോലുള്ള സാധനങ്ങളാണ് ഡക്റ്റിലിറ്റി അല്ലെങ്കിൽ ഡക്റ്റൈൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഹൈ ടഫ്നെസ്സും അങ്ങനെ കൂടുതലല്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, നോ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ. അതായത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വാണിംഗ് തരാതെ തന്നെ ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ പെട്ടെന്ന് ഫ്രാക്ചർ ആവും. അതായത് ഒരു ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ പുറത്ത് നിങ്ങൾ ഒരു കംപ്രസീവ് ഫോഴ്സ് പെട്ടെന്ന് കൊടുത്താലും കുറച്ചേ കൊടുത്താലും ശരി, അത് ഒരു വാണിംഗും തരാതെ പെട്ടെന്ന് എന്തായി മാറും? ഫ്രാക്ചർ ആയി 2 പീസായിട്ട് മാറും. അത് ഓർത്ത് വയ്ക്കണം. അപ്പൊ നമ്മൾ ബ്രിട്ടിൽ മെറ്റീരിയൽസിനെ പറ്റി പറഞ്ഞാൽ ബ്രിട്ടിൽ മെറ്റീരിയൽസ് ഉള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അയോണിക് അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടുകൾ കൊണ്ടാണ് നമ്മൾ ഈ ബ്രിട്ടിൽ മെറ്റീരിയൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓർത്ത് വയ്ക്കുക, ബ്രിട്ടിൽ മെറ്റീരിയൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള
അയോണിക് അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബ്രിട്ടിൽ മെറ്റീരിയൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബ്രിട്ടിൽ മെറ്റീരിയൽസിന് ഒരു സ്പെസിഫിക് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ കാണും. ഓർത്ത് വയ്ക്കുക, നമുക്ക് അയോണിക് അല്ലെങ്കിൽ കോവാലന്റ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള അയോണിക് അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടുകൾ കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ബ്രിട്ടിൽ മെറ്റീരിയൽസിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയിൽ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ കാണും. അപ്പൊ ബ്രിട്ടിൽ മെറ്റീരിയൽസിൽ പിന്നെ ഒരു കാര്യം പറയുന്നത് സ്ലിപ്പ് സിസ്റ്റം കുറവായിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു മാലിയബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്ത് അതിന്റെ മേലിൽ കംപ്രസീവ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പരന്ന് തിൻ ഷീറ്റ് ആവുന്നെന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്ലിപ്പ് സിസ്റ്റം നല്ല രീതിയിലുള്ളത് കൊണ്ടാണ്. അതായത് അതിന്റെ പുറത്തിരിക്കുന്ന ഈ മെറ്റലിന്റെ ആറ്റംസ് ഒക്കെ സ്ലിപ്പായി ഇങ്ങനെ പരന്നു വരും. പക്ഷെ ഇതിനകത്ത് അതില്ല. സ്ലിപ്പ് സിസ്റ്റം വളരെ കുറവായിരിക്കും ബ്രിട്ടിൽ മെറ്റീരിയൽസ്. ഈ പറഞ്ഞ സ്ലിപ്പ് സിസ്റ്റം കുറവായതുകൊണ്ട് ആറ്റംസ് ഒന്ന് സ്ലൈഡായി ഡിസ്ലൊക്കേഷൻ നടക്കത്തില്ല. അതായത് ഇത് സ്ലിപ്പ് സിസ്റ്റം വളരെ കുറവായതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ആറ്റംസ് ഒന്നിനൊന്ന് സ്ലൈഡ് ആവത്തുമില്ല. അതുകൊണ്ട് തന്നെ ഡിസ്ലൊക്കേഷൻ നടക്കത്തില്ല. അപ്പൊ ആ ഒരു ആറ്റം ഒരു സ്ഥലത്തിരുന്നാൽ അത് അവിടെ തന്നെ ഇരിക്കത്തുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കത്തില്ല. അപ്പൊ ഈ സ്ട്രെസ് വരുന്ന സമയം എന്ത് ചെയ്യും? ക്രാക്ക് രൂപപ്പെടും. ഈ ക്രാക്ക് വലുതായിട്ട് എന്ത് ചെയ്യും? സഡൻ ആയിട്ട് പെട്ടെന്ന് ഫ്രാക്ചർ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ബ്രിട്ടിൽ മെറ്റീരിയലിൽ നമുക്ക് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഉണ്ടാവാതെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്. ഓർത്ത് വയ്ക്കുക, അതിനകത്ത് ബ്രിട്ടിൽ ഹൈലി ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ 1% പോലും പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ അതിന് താങ്ങാൻ പറ്റത്തില്ല, അത് ഉണ്ടാവത്തില്ല. അതെന്ത് ചെയ്യും? ബ്രേക്കേജ് മാത്രമേ ഉണ്ടാവൂ, അത് പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഓർത്ത് വയ്ക്കുക. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 13 പോവാം. ദ എബിലിറ്റി ഓഫ് എ മെറ്റൽ ടു റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ഡീഫോർമേഷൻ. നിങ്ങൾ ഈ പറയുന്ന റബ്ബർ ബാൻഡ് ഇല്ലേ, റബ്ബർ ബാൻഡിനെ എടുത്ത് 2 കൈ കൊണ്ട് പിടിച്ച് വലിക്കുന്നു. എന്നിട്ട് നിങ്ങൾ അങ്ങ് വിടുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അത് ഇനിഷ്യൽ പൊസിഷനിൽ പോയി നിൽക്കും. ഓക്കെ, അങ്ങനെയുള്ള മെറ്റലിനും അങ്ങനെയുള്ള ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരെന്തെന്നുള്ളതാണ് ചോദ്യം. 1 എലാസ്റ്റിസിറ്റി ആണോ, അടുത്ത 2 പ്ലാസ്റ്റിസിറ്റി ആണോ, 3 ടഫ്നെസ് ആണോ, ഫാറ്റീഗ് ആണോ എന്നുള്ളത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എലാസ്റ്റിസിറ്റി എന്നുള്ളത് നമുക്കറിയാം, എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ദ ഡീഫോർമേഷൻ ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. അതായത് നിങ്ങൾ പിടിച്ച് വലിക്കുന്ന ഒരു ഡീഫോർമേഷൻ ഫോഴ്സ് നിങ്ങൾ എപ്പോഴും വിടുന്നുവോ, ആ ഫോഴ്സ് എപ്പോൾ നിങ്ങൾ ഇല്ലാതാക്കുന്നുവോ അപ്പോഴ് ഈ മെറ്റീരിയൽ ഒറിജിനൽ പൊസിഷനിൽ പോയിരിക്കുന്നതിന് പറയുന്ന പേരാണ് എലാസ്റ്റിസിറ്റി. അപ്പൊ നമ്മുടെ ആൻസർ എലാസ്റ്റിസിറ്റി ആണ്, നമുക്കറിയാം. എന്നാലും നമ്മൾ ബാക്കിയുള്ള കൂടെ നോക്കാം. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പെർമനന്റ് ഡീഫോർമേഷൻ. ഒരു മെറ്റീരിയലിനെ എടുത്ത് നിങ്ങൾ പെർമനന്റ് ആയിട്ട് വലിച്ചു നീട്ടുകയോ തള്ളി ചെറുതാക്കുകയോ ചെയ്യുന്നത്, ആ ഡീഫോർമേഷൻ പെർമനന്റ് ആണ്, അതൊരിക്കലും ടെമ്പററി അല്ല. ഈ ഫോഴ്സ് തിരിച്ചെടുത്താലും ആ മെറ്റീരിയൽ പിന്നെ പഴയ സ്ഥലത്ത് പഴയ ഡയമെൻഷനിൽ പോയി നിൽക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചെളി കുഴച്ച് വെക്കുകയാണെന്ന് വിചാരിക്കുക, ക്ലേ. ഈ ചെളീനെ പിടിച്ച് നിങ്ങൾ വലിച്ച് നീട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഈ വലിവ് നിങ്ങൾ കൈകൊണ്ട് കൊടുക്കുന്ന ആ ടെൻസൈൽ ഫോഴ്സ് നിങ്ങൾ നിർത്തിയാലും ഈ ചെളി പഴയ പൊസിഷനിൽ അല്ലെങ്കിൽ പഴയ അതിന്റെ ആ ഷേപ്പിൽ പോയി നിൽക്കത്തില്ല, അത് ഇപ്പോൾ ഉള്ള ഷേപ്പിൽ തന്നെ നിൽക്കും. അതായത് ആ ഉണ്ടായി വരുന്ന ഡീഫോർമേഷൻ പെർമനന്റ് ആണ്. അതിനാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇനി ടഫ്നെസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു മെറ്റീരിയലിന് എനർജി അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. അത് കണക്ക് തന്നെ ഇത് പ്ലാസ്റ്റിക്കലി ഡീഫോം ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പൊ ആ മെറ്റീരിയൽ ടഫ് ആയതുകൊണ്ടാണ് അതിന് എനർജി അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതും അത് ഒരു ഫ്രാക്ചർ ഒന്നും വരാതെ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ അത് നടക്കുന്നതും അതിന് ടഫ്നെസ് ഉള്ളതുകൊണ്ടാണ്. ഇനി ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫ്ലക്ച്വേറ്റിംഗ് ലോഡ്സ് നിങ്ങൾ ഒരു വർക്ക് പീസിന്റെ പുറത്ത് കൊടുത്താൽ അതിലുണ്ടാവുന്ന ഒരു ഫെയിലർ ആണ് ഈ പറഞ്ഞ ഫാറ്റീഗ്. അതായത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെറ്റീരിയലിന്റെ പുറത്ത് ഇങ്ങനെ ഒരു ലോഡ്, ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ലോഡ് കൊടുത്താൽ അത് ഫെയിലർ ആവും. അതിനാണ് നമ്മൾ ഫാറ്റീഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിലും നമുക്ക് എബിലിറ്റി ഓഫ് എ മെറ്റൽ ടു റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ഡീഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ എ ആയ എലാസ്റ്റിസിറ്റി ആണ്, മറന്നു പോകരുത്. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 14 പോവാം. ദ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽ ടു റെസിസ്റ്റ് റിപ്പീറ്റഡ് ലോഡ്സ്. അതായത് ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്, ഈ പ്രോപ്പർട്ടി കാരണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ലോഡ് കൊടുത്താൽ അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് പറയുന്ന പേര്, ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേര് എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഫാറ്റിക് സ്ട്രെങ്ത്, ഓപ്ഷൻ ബി ടഫ്നെസ്, ഓപ്ഷൻ സി ക്രീപ്പ്, ഓപ്ഷൻ ഡി ഹാർഡ്നെസ്. അപ്പൊ നമുക്കറിയാം ഈ ടഫ്നെസ് എന്താണെന്ന് നമുക്കറിയാം. ഇനി ക്രീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ക്രീപ്പ്? ക്രീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലോ ആയിട്ട്
പെർമനന്റ് ആയിട്ട് സ്ലോ ആയിട്ട് പെർമനന്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഡീഫോർമേഷൻ ആണ് എലോങ് എ പ്രൊലോങ്ഡ് ടൈം. ഒരു കുറെ നാള് നിങ്ങൾ ഈ പറയുന്ന സ്ലോ ആയിട്ട് പെർമനന്റ് ആയിട്ട് ഡീഫോർമേഷൻ കൊടുക്കുവാണ്. അതായത് നിങ്ങൾ കൊടുക്കുന്നത് എന്താണ്, ഒരു സ്ട്രെസ്, ഒരു മെക്കാനിക്കൽ സ്ട്രെസ് ഒരു വർക്ക് പീസിന്റെ പുറത്ത് നിങ്ങൾ കുറെ നാളായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന സ്ലോ പെർമനന്റ് ഡീഫോർമേഷനാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. ഇനി ഹാർഡ്നെസ് എന്താണെന്ന് നമുക്കറിയാം. അതായത് ഒരു ലോക്കലൈസ്ഡ് പെർമനന്റ് ഡീഫോർമേഷൻ ഉണ്ടാവാൻ ഒരു മെറ്റീരിയൽ തടയുവാണെങ്കിൽ അതിനെയാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് അതിന്റെ പുറത്ത് ഇപ്പോൾ ഒരു വലിയ ഒരു അയൺ പീസിനെ എടുത്തിട്ട് നിങ്ങൾ ഒരു ചെറിയ ഒരു ആണി വെച്ച് അതിന്റെ പുറത്ത് ഒരു ഇൻഡന്റേഷൻ ഇടാൻ നോക്കുന്നു, അത് നടക്കുന്നില്ല. അത് ഹാർഡ്നെസ് ഉള്ളതുകൊണ്ടാണ്. ഇനി ടഫ്നെസ് എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി ഫാറ്റിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തന്നെയാണ് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ടു റെസിസ്റ്റ് റിപ്പീറ്റഡ് ലോഡ്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ മെറ്റലിന്റെ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഫാറ്റിക് സ്ട്രെങ്ത്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഫാറ്റിക് സ്ട്രെങ്ത് ആണ് നമ്മുടെ ആൻസർ. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 15 പോവാം. സാറേ അതില് ഈ പറഞ്ഞോളൂ സാറേ, ഈ ടഫ്നെസ് ഇമ്പാക്ട് ലോഡും കൂടി റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെ ടഫ്നെസ് എന്ന് പറയില്ലേ? പറയും ടഫ്നെസ് ഇമ്പാക്ട് ലോഡ്. അതായത് അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ഒരു മെറ്റൽ വർക്ക് പീസിനെ എടുത്ത് വെച്ചിട്ട് അതിന്റെ മേലിൽ നിങ്ങൾ ഒരു ആണി എടുത്ത് അല്ലെങ്കിൽ ഒരു പഞ്ച് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ മേലിൽ നിന്ന് ഹാമറിങ് ചെയ്യുവാണ് അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുവാണെന്ന് വിചാരിക്കുക. ഈ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഇമ്പാക്ട് ലോഡിംഗ് ആണ്. ഈ ഇമ്പാക്ട് ലോഡിങ്ങിന്റെ ഫലമായിട്ട് നമ്മളെ ഈ മെറ്റൽ വർക്ക് പീസിനെക്കാട്ടിയും കുറെ കൂടെ ഹാർഡ് ആയിരിക്കും നമ്മുടെ ഈ പഞ്ച് എന്ന് പറഞ്ഞത്. ഈ പഞ്ചിന്റെ പോയിന്റഡ് എഡ്ജ് കൊണ്ട് ഈ പഞ്ച് അവിടെ ഒരു ഇൻഡന്റേഷൻ ഉണ്ടാക്കണം, ഒരു കുഴി അല്ലെങ്കിൽ ഒരു തുള ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിനർത്ഥം ആ മെറ്റീരിയലിന് ഈ പഞ്ചിനെക്കാട്ടിയും ടഫ്നെസ് കുറവായതുകൊണ്ടാണ് ഇൻഡന്റേഷൻ ഉണ്ടായത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഒരു മെഴുകുതിരി എടുത്ത് നിങ്ങൾ നഖം കൊണ്ട് ഞെക്കി അതിനകത്ത് നിങ്ങളെ നഖത്തിന്റെ പാട് വീഴും. കാര്യം അത് ടഫ് അല്ലാത്തതുകൊണ്ടാണ്. ഇതേ നഖം കൊണ്ട് നിങ്ങൾ ഒരു അയൺ പീസിന്റെ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ കാറിന്റെ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു അയൺ ബാറിന്റെ പുറത്തൊക്കെ നിങ്ങൾ ഞെക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഡന്റേഷൻ വീഴാത്ത കാര്യം എന്താണ്? ഇനി നേരെ മറിച്ച് ഇപ്പം നമ്മൾ ഏതോ ഒരു പടത്തിൽ കണ്ടതുപോലെ ഒരു ബെൻസ് കാർ കൊണ്ടിട്ടിട്ട് ഒരു ചെറുക്കൻ ഇങ്ങനെ ഒരു കോമ്പസ് കൊണ്ട് അതിനകത്ത് ഇങ്ങനെ ഉരച്ചു പോകും. എനിക്കൊന്ന് മമ്മൂട്ടിയുടെ അതൊരു സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനകത്ത് വര വീഴുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ പെയിന്റിന്റെ അതിന്റെ ഏറ്റവും ഔട്ടർ ലെയറിൽ കാറിന്റെ ബെൻസ് കാറാണത്, അതിന്റെ ഏറ്റവും ഔട്ടർ ലെയറിലുള്ളത് പെയിന്റ് ആണ്. ആ പെയിന്റിനെക്കാട്ടിയും ടഫ്നെസ് കൂടിയ ഒരു കോമ്പസ് കൊണ്ടാണ് അതിന്റെ പുറത്ത് വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് ആ കോമ്പസിന്റെ ഇൻഡന്റേഷൻ അതിനകത്ത് വീഴുന്നത്. ഓക്കെ ആണോ? ശരി, ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ഫാറ്റിക് സ്ട്രെങ്ത് ആണ് നമ്മുടെ ആൻസർ. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 15 പോവാം. ദ എബിലിറ്റി ഓഫ് എ മെറ്റൽ ടു ഡീഫോം സ്ലോലി അണ്ടർ എ കോൺസ്റ്റന്റ് ലോഡ് ഓവർ ടൈം. അതായത് നിങ്ങൾ ഒരു കോൺസ്റ്റന്റ് ലോഡ് നിങ്ങൾ ഒരു വർക്ക് പീസിന്റെ പുറത്ത് കൊടുക്കുകയാണ്. അത് നിങ്ങൾ ഒരു ഒത്തിരി നേരമൊന്നുമല്ല, നിങ്ങൾ ഒരു പ്രൊലോങ്ഡ് ടൈം, അതായത് കുറെ നാളത്തേക്ക് അല്ലെങ്കിൽ കുറെ നേരത്തേക്ക് കൊടുക്കുന്നു. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള അതിന്റെ കപ്പാസിറ്റി മെറ്റൽ അതിനെ റെസ്റ്റ് ചെയ്യാനല്ല, ദ എബിലിറ്റി ഓഫ് മെറ്റൽ ടു ഡീഫോം സ്ലോലി. അതായത് അങ്ങനെ നിങ്ങൾ ഒരു കോൺസ്റ്റന്റ് ലോഡ് ഒരുപാട് നേരത്തേക്ക് കൊടുക്കുമ്പം ഈ മെറ്റലിൽ ഉണ്ടാവുന്ന ഡീഫോർമേഷൻ, ആ ഫിനോമിനൻ ഈ താഴെ പറയുന്ന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫാറ്റീഗ്, ഓപ്ഷൻ ബി ക്രീപ്പ്, ഓപ്ഷൻ സി ടഫ്നെസ്, ഓപ്ഷൻ സി ഡീമാലിയബിലിറ്റി. അപ്പൊ നമുക്കറിയാം ഫാറ്റീഗ് എന്താണ് നമ്മൾ നോക്കി, ക്രീപ്പ് എന്താണെന്ന് നമുക്കറിയാം, അതവിടെ നിൽക്കട്ടെ. ടഫ്നെസ് എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ. ഇനി മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മാലിയബിലിറ്റി? നിങ്ങളൊരു മെറ്റലിനെ എടുത്ത് അതിന്റെ പുറത്ത് ഒരു കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റ് ചെയ്ത് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റോളറിനകത്ത് കയറ്റി കൊടുക്കുക. അപ്പൊ അത് തിൻ ഷീറ്റായിട്ട് മാറുമെങ്കിൽ ആ പ്രോപ്പർട്ടിയാണ് എന്ത്? മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ടഫ്നെസ് നമുക്കറിയാം, ഫാറ്റീഗ് നമുക്കറിയാം, മാലിയബിലിറ്റി അറിയാം. അത് മൂന്നുമല്ല, പിന്നെ എന്തുവാണ്? ഒരു കോൺസ്റ്റന്റ് ലോഡ് നിങ്ങൾ ഒരു മെറ്റീരിയലിന്റെ പുറത്ത് കുറെ നേരം കൊടുത്ത് അതിനകത്ത് ഉണ്ടാവുന്ന ആ ഡീഫോർമേഷന് പറയുന്ന പേരെന്താണ്? ക്രീപ്പ് എന്നാണ്. ഓർക്കുക, ക്രീപ്പിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് കോൺസ്റ്റന്റ് ലോഡ് ആയിരിക്കണം കൊടുക്കേണ്ടത്, രണ്ടാമത് ഓവർ എ പർട്ടിക്കുലർ ടൈം, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ നമ്മൾ കൊടുക്കുകയും വേണം, എങ്കിലേ ഈ ക്രീപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, ക്രീപ്പ് ആണ് ആൻസർ. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 16 പോവാം. ഇനി നമ്മൾ പിഗ് ചെയ്യേണ്ട കേസുകളാണ് നോക്കാൻ പോകണം. പിഗ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് ഈ പറഞ്ഞ താഴോട്ട് പറയുന്നത് 5 ക്വസ്റ്റ്യൻ പിഗ് ചെയ്യേണ്ട ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യനാണ്. അപ്പൊ കാർബൺ കണ്ടന്റ് ഇൻ പിഗ് എണ്ണകത്തുള്ള കാർബൺ കണ്ടന്റ് എത്രയാണെന്നാണ് ചോദ്യം. 0.1 to 0.3% ആണോ, 0.5 to 1% ആണോ, 2 to 3% ആണോ, ഓപ്ഷൻ ഡി 3 to 4.5% ആണോ? അപ്പൊ നമുക്കറിയാം പിഗ് എണ്ണകത്ത് 3 to 4.5% കാർബൺ കണ്ടന്റ് ഉണ്ടാവും.
അപ്പം ഈ കാർബൺ കണ്ടന്റ് ബാക്കിയുള്ള അയണിനെ വെച്ച് നോക്കുമ്പോൾ പിഗ് അയണിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഹൈ കാർബൺ കണ്ടന്റ് ഈ പിഗ് അയണിനെ ഹാർഡാക്കും, ബ്രിട്ടിലാക്കും. ഈ ഹാർഡും ബ്രിട്ടിലായ ഒരു മെറ്റീരിയലിനെ പിന്നെ നമുക്ക് ഫോർജ് ചെയ്യാനോ വെൽഡ് ചെയ്യാനോ ഷേപ്പ് ചെയ്യാനോ ഒക്കെ പാടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പിഗ് അയൺ എന്ന് പറയുന്ന സംഭവം എടുത്തിട്ട് അതിനകത്തുനിന്ന് പിന്നെ ബാക്കിയുള്ള ടൈപ്സ് ഓഫ് അയൺ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ പിഗ് അയണിലുള്ള കാർബണിന്റെ പെർസെന്റേജ് നോക്കിക്കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 3 to 4.5% കാർബൺ ഉണ്ട്. ഈ 3 to 4.5% കമ്പാരിറ്റീവ്ലി ഹൈ കാർബൺ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പിഗ് അയൺ ഹാർഡും ബ്രിട്ടിലും ആയിരിക്കും. ഈ ഹാർഡ്നെസ്സും ബ്രിട്ടിൽനെസ്സും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫോർജ് ചെയ്യാനോ അല്ലെങ്കിൽ വെൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 3 to 4.5% കാർബൺ ആണ് പിഗ് അയണിനകത്തുള്ളത്. ഓർത്ത് വയ്ക്കുക. ഇനി പിഗ് അയണിന്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെയിൻ യൂസ് ഓഫ് പിഗ് അയൺ ഈസ്, അതായത് പിഗ് അയണിന്റെ മെയിൻ യൂസ് എന്താണ്? അപ്പൊ നിങ്ങൾ ആ സിലബസിനകത്ത് തന്നെ ഇതിന്റെ യൂസുകളും പറയുന്നുണ്ട്. ഒന്ന്, മേക്കിംഗ് ജുവലറി. പിഗ് അയൺ കൊണ്ടൊന്നും നമ്മൾ ജുവലറി ഉണ്ടാക്കുന്നത് നമുക്കറിയാം. ഓപ്ഷൻ ബി, മേക്കിംഗ് കാസ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ കാസ്റ്റ് അയൺ സ്റ്റീലും ഒക്കെ ഉണ്ടാക്കാനുള്ള ഉപയോഗിക്കുന്ന മെയിൻ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് തന്നെ പിഗ് അയൺ ആണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ആൻസർ. എന്നാലും ബാക്കിയുള്ളത് നമുക്കൊരു ആൻസർ കിട്ടി, ഇതാണ് നമ്മുടെ ആൻസർ എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഡി വരെ എത്തിയപ്പോൾ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കാം. നിങ്ങൾ സിയും ഡി നോക്കാതെ പോകരുത്. കാര്യം ചിലപ്പോൾ ഈ ബിനെക്കാട്ടിയും കൂടുതൽ ആപ്റ്റ് ആയ ആൻസറുകളായിരിക്കാം അപ്പൊ സിയിലും ഡിയിലും കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മളെ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ വായിച്ച് നോക്കിയിട്ടേ നിങ്ങൾ ഇത് കറപ്പിച്ചിട്ട് അടുത്ത ഇതിലോട്ട് പോകാവുള്ളൂ. ഓക്കെ, അപ്പൊ സി പറയുന്നത് മേക്കിംഗ് ഇലക്ട്രിക്കൽ വയർസ്. ഇലക്ട്രിക് വയർ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം പിഗ് ആണെന്നല്ല നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നത് കോപ്പറിനെയാണ്. അതിന്റെ കാരണം എന്താണ്? അതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതലായതുകൊണ്ടാണ്. കാര്യം കോപ്പറിനകത്ത് ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലുകൊണ്ടാണ് അത് ഫ്രീ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി മേക്കിംഗ് ടൂൾസ് ഒന്നും ഉണ്ടാക്കാൻ നമ്മൾ സാധാരണ പിഗ് ആണെന്നുള്ള ഉപയോഗിക്കും, നമുക്കറിയാം. അതായത് നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, മേക്കിംഗ് കാസ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ. അതായത് പിഗ് അയൺ എന്ന് പറയുന്ന സാധനം മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ കാസ്റ്റ് അയൺ സ്റ്റീലും ഉണ്ടാക്കാനാണ്. അതായത് സ്റ്റീലും നമ്മളെ കാസ്റ്റ് അയൺ ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ റാ മെറ്റീരിയൽ തന്നെ നമ്മുടെ പിഗ് അയൺ ആണ്. അത് ഓർത്ത് വയ്ക്കുക. മെയിൻ റാ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് കാസ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ എന്ന് പറയുന്നത് പിഗ് അയൺ ആണ്. ഓക്കെ, അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് പോവാം. പിഗ് അയൺ കണ്ടെയ്ൻസ് ഇമ്പ്യൂരിറ്റീസ് സച്ചസ്. അതായത് പിഗ് അയണിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഏതൊക്കെയാണ്? പിഗ് അയൺ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട. പിഗ് അയണിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ പിഗ് അയണിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഇപ്പൊ സിലിക്കൺ കൊടുത്തിട്ടുണ്ട്, മാംഗനീസ് കൊടുത്തിട്ടുണ്ട്, സൾഫർ ഉണ്ട്, പിന്നെ അടുത്ത ഓപ്ഷൻ ആൾ ഓഫ് ദ എബോവ്. ഇപ്പൊ പിഗ് അയൺ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് സിലിക്കൺ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. സിലിക്കൺ എത്ര പെർസെന്റ് ഉണ്ട്? ഒരു 0.5 തൊട്ട് 3% വരെ, അതായത് 0.5 to 3% സിലിക്കൺ നമ്മുടെ പിഗ് അയണിനകത്തുണ്ട്. സിലിക്കൺ എത്രയാണ്? 0.5 to 3% സിലിക്കൺ ഉണ്ട്. ഇനി മാംഗനീസ് എടുത്തു കഴിഞ്ഞാൽ അതും 0.5 to 6%. ഇതിനെ സിലിക്കൺ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ മാംഗനീസ് കാണും പിഗ് അയണിൽ. 0.5 to 6% മാംഗനീസ് കാണും. ഇനി സൾഫർ എടുത്തു കഴിഞ്ഞാൽ സൾഫറിന്റെ പൊതുവെ കുറവാണ്. 0.01 തൊട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 0.01 തൊട്ട് 0.1% സൾഫർ ആണ് പിഗ് അയണിനകത്തുള്ളത്. ഓക്കെ, സൾഫർ എത്രയുണ്ട്? 0.01 തൊട്ട് 0.1%. പിന്നെ ഉള്ള മെയിൻ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് എത്രയാണെന്ന് പറഞ്ഞാൽ 0.1 തൊട്ട് 0.1 to 2%, അതായത് 0.1 തൊട്ട് 2% വരെ ഫോസ്ഫറസ് കാണും പിഗ് അയണിനകത്ത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സിലിക്കൺ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, പിഗ് അയണിൽ ഇമ്പ്യൂരിറ്റി ആയിട്ടുണ്ട്. മാംഗനീസ് ഉണ്ട്, പിന്നെ ആരുണ്ട്? സൾഫറും ഉണ്ട്. ഇതൊന്നും കൂടാതെ ഫോസ്ഫറസും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. കാര്യം ഇവൻ ഈ പറഞ്ഞേക്കുന്ന ഓപ്ഷൻ അല്ല. ചിലപ്പം സിലിക്കൺ, മാംഗനീസ്, സൾഫർ എന്നിട്ട് ഓൾ ഓഫ് ദ എബോവ് എടുത്തേക്കും. അപ്പം സിലിക്കൺ, മാംഗനീസ്, പിന്നെ ഫോസ്ഫറസ് എന്നിട്ട് ഓൾ ഓഫ് ദ എബോവ് എടുത്തേക്കും. അപ്പോഴും നിങ്ങൾ അത് ടിക്ക് ചെയ്യണം, ഓൾ ഓഫ് ദ എബോവ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഫോസ്ഫറസും സൾഫറും മാംഗനീസും സിലിക്കോണും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് കണ്ടന്റ് ഒന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കാൻ പറ്റുമോ? എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് എഴുതി കാണിക്കാൻ പറ്റുമോ? അത് എഴുതി കാണിക്കാൻ നമ്മൾ ഈ സ്ക്രീൻ ഇട്ടത് കൊണ്ട് നോക്കാം. പെണ്ണല്ലേ? ഇപ്പൊ സിലിക്കൺ അല്ലേ? സിലിക്കൺ അല്ലേ വേണമെന്ന്? സിലിക്കൺ ഞാൻ ഇതിനകത്ത് എഴുതുക എന്ന് പറയുന്നത് ഒത്തിരി പാടുള്ള പണിയാണ് ചെയ്യുക. ഓക്കെ, 0.5 to 3%, 3 3% ആണ് സിലിക്കൺ ഉള്ളത്. 0.5 to 3%. ഓക്കെ ആണോ? കാണാവോ?
ഓക്കെ ഓക്കെ കാണാം. ഇനി മാംഗനീസ് നോക്കിക്കഴിഞ്ഞാൽ ഇതേ 0.5 നമുക്ക് വരുന്നത് ഒരു 6%, 6% ആണ് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? കാണാം. ഇനി സൾഫർ നോക്കിയാൽ 0.01 0 ആണ് ഇത്. 0.1 to 0.1% ആണ് വരുന്നത്. 0. ഇത് 1 ആണ് 0.1% വരും. ഓക്കെ. ഇനി ഇതൊന്നും അല്ലാതെ ഇത് പറഞ്ഞിട്ടില്ലാത്ത ഫോസ്ഫറസ് നിങ്ങൾ എടുത്താൽ അത് പറഞ്ഞ 0.1 to ഒരു 2% ഫോസ്ഫറസും കാണും. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ ആണോ? അത് ആദ്യം സിലിക്കൺ എത്രയാണ്? 0.5 to 3%. മാംഗനീസ് ആണെങ്കിൽ 0.5 to 6%. ഇനി സൾഫർ ആണെങ്കിൽ 0.01 to 0.1%. ഇനി നമ്മുടെ ഫോസ്ഫറസ് ആണെങ്കിൽ 0.1 to 2%. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഇനി അടുത്തത്, അപ്പൊ നമ്മുടെ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അതിനകത്തുണ്ട്. സിലിക്കൺ ഉണ്ട്, നമ്മുടെ മാംഗനീസ് ഉണ്ട്, സൾഫർ ഉണ്ട്. അപ്പൊ ആൾ ഓഫ് ദ എബോവ് ആണ് നമ്മുടെ ആൻസർ. അത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ, ഓൾ ഓഫ് ദ എബോവ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19 പോവാം. പിഗ് അയൺ ഹാസ്. ഈ പിഗ് അയൺ എന്ന് പറയുന്ന സാധനം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇത് ഭയങ്കര ബ്രിട്ടിലാണ്. പിഗ് അയൺ ഭയങ്കര ബ്രിട്ടിലാണ്. അതിനകത്ത് യാതൊരുവിധ ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട. കാര്യം കാർബണിന്റെ കണ്ടന്റ് കൂടുതലാണ്, ഇത് ബ്രിട്ടിലാണ്. അതിനകത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട. പക്ഷെ ഇത് ബ്രിട്ടിലാണെങ്കിലും ഇതിന് കംപ്രസീവ് സ്ട്രെങ്ത് ഭയങ്കര കൂടുതലാണ്. ഓർത്ത് വയ്ക്കേണ്ട കാര്യമാണ്. പിഗ് അയൺ ഭയങ്കര ബ്രിട്ടിലാണെങ്കിലും ഇതിന് കംപ്രസീവ് സ്ട്രെങ്ത് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, ഓർത്ത് വയ്ക്കണം. അപ്പൊ ഇതിനകത്ത് നമുക്ക് കൊടുത്തേക്കുന്ന ഓപ്ഷൻ പിഗ് അയൺ ഹാസ് ലോ കംപ്രസീവ് സ്ട്രെങ്ത് കുറവാണോ? അല്ല, ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. അതാണ് നമ്മുടെ ആൻസർ. എന്നാലും ഓപ്ഷൻ സിയിൽ പറയുന്നത് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് പിടിച്ച് വലിക്കാനൊന്നും പറ്റത്തില്ല. നോ മെക്കാനിക് സ്ട്രെങ്ത് അതിനകത്തുണ്ട്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. എന്താണ്? പിഗ് അയൺ ഹാസ് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. പിഗ് അയൺ എന്ന് പറയുന്നത് ഭയങ്കര ബ്രിട്ടിലാണ്, എങ്കിലും അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അതായത് പിഗ് അയൺ ബ്രിട്ടിലാണെങ്കിലും അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ബ്രിട്ടിലാണെന്ന് വെച്ച് കംപ്രസീവ് സ്ട്രെങ്ത് ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു എക്സെപ്ഷണൽ കേസാണ്, എക്സെപ്ഷണൽ ആയിട്ട് വരുന്ന കാര്യമാണ്. ഓർത്ത് വയ്ക്കണം. ബ്രിട്ടിലാണ് എങ്കിൽ പോലും കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതൽ ആർക്കാണ്? പിഗ് അയൺ ആണ്. ഓർക്കണം. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 20 പോവാം. പിഗ് അയൺ ഈസ് റിഫൈൻ ടു പ്രൊഡ്യൂസ്. അതായത് പിഗ് അയൺ റിഫൈൻ ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അത് ചോദിച്ചേക്കുന്നത്. പിഗ് അയൺ റിഫൈൻ ചെയ്ത് നിങ്ങൾക്ക് ഈ താഴെ പറയുന്ന ഏതൊക്കെ സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം കൊടുത്തത് മൈൽഡ് സ്റ്റീൽ. പിഗ് അയൺ റിഫൈൻ ചെയ്ത് നിങ്ങൾക്ക് മൈൽഡ് സ്റ്റീൽ ഉണ്ടാക്കാം. അലോയ് സ്റ്റീൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റോട്ട് അയൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഓൾ ഓഫ് ദീസ്, അതായത് പിഗ് അയൺ റിഫൈൻ ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞേക്കുന്ന ഓപ്ഷനായ മൈൽഡ് സ്റ്റീൽ ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാം. അലോയ് സ്റ്റീൽ ഉണ്ടാക്കാം, റോട്ട് അയൺ ഉണ്ടാക്കാം. അപ്പം ഓൾ ഓഫ് ദീസ് ആണ് നമ്മുടെ ആൻസർ. അതായത് പിഗ് അയൺ റിഫൈൻ ചെയ്തെടുത്ത് നമുക്ക് ഈ പറയുന്ന 3 കാര്യങ്ങൾ ഉണ്ടാക്കാം. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ, ഓൾ ഓഫ് ദീസ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഓൾ ഓഫ് ദ എബോവ് എന്നായിരിക്കും. ഇനി നമുക്ക് കാസ്റ്റൈനിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ ഒന്നാമത്തത് ഗ്രാഫൈറ്റ് ഇൻ ഗ്രേ കാസ്റ്റൈൻ അപ്പിയേഴ്സസ്. അപ്പൊ ഗ്രേ കാസ്റ്റൈൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ഗ്രാഫൈറ്റ് അതിനകത്തുള്ളത് ഏത് ഫോമിലാണെന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറയാം. ഗ്രാഫൈറ്റ് ഇൻ ഗ്രേ കാസ്റ്റൈൻ അപ്പിയേഴ്സസ്, അതായത് ഗ്രേ കാസ്റ്റൈനകത്തുള്ള ഗ്രാഫൈറ്റ് ഈ താഴെ പറയുന്ന ഏത് ഫോമിലാണ് അതിനകത്ത് കാണുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സ്പിയർ, അതായത് ഇങ്ങനെ നമ്മളെ ബോൾ പോലെയാണോ? ഓപ്ഷൻ ബി പ്ലേറ്റ്സ് ഓർ ഫ്ലേക്സ്. പ്ലേറ്റ്സ് അല്ലെങ്കിൽ ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള തിൻ പീസിനെയാണ് നമ്മൾ ഫ്ലേക്ക് എന്ന് പറയുന്നത്. ഓർക്കുക, ഫ്ലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ ഈ ഫ്ലേക്ക് മാത്രമേ ഉള്ളൂ. പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും തിന്ന് ആയിട്ടുള്ള ഷീറ്റ് ആണെന്ന്. ഫ്ലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള തിൻ പീസിനെയാണ് നമ്മൾ ഫ്ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ നോഡ്യൂൾസ് ആയിട്ടാണോ? അല്ല. പിന്നെ ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് ആയിട്ടാണോ? അല്ല. ഫൈബർ ആയിട്ടും അല്ല. അപ്പൊ നമുക്ക് ഗ്രാഫൈറ്റ് ഗ്രേ കാസ്റ്റൈനിൽ കാണുന്നത് എന്തായിട്ടാണ്? പ്ലേറ്റ്സ് അല്ലെങ്കിൽ ഫ്ലേക്ക് ആയിട്ടാണ്. അത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇപ്പൊ നിങ്ങൾ നോക്കിയാ, ഇപ്പൊ ഗ്രേ കാസ്റ്റൈനിൽ നമ്മളെ ഗ്രാഫൈറ്റ് ഫ്ലേക്സ് ആയിട്ടാണ് നിലകൊള്ളുന്നത്. ഓർത്ത് വയ്ക്കുക, ഗ്രേ കാസ്റ്റൈൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രാഫൈറ്റ് അതിനകത്ത് ഉണ്ട്. ഈ ഗ്രാഫൈറ്റ് നിൽക്കുന്നത് ഫ്ലേക്സ് അല്ലെങ്കിൽ പ്ലേറ്റ് ആയിട്ടാണ്, ആ ഫോമിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഗ്രേ കാസ്റ്റൈനിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് കുറയുന്നതിന്
ഇത് കാരണമാവും. അത് ഓർത്ത് വയ്ക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഗ്രേ കാസ്റ്റൈന്റെ ടെൻസൈൽ സ്ട്രെങ്ത് കുറയുന്നതിന് നമ്മുടെ ഈ പറയുന്ന ഫ്ലേക്സ് കാരണമാവും, അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രാഫൈറ്റ് കാരണമാവും. അത് ഓർത്ത് വെക്കേണ്ട പോയിന്റ് ആണ്. അതായത് നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, പ്ലേറ്റ്സ് ഓർ ഫ്ലേക്സ്. അതിൽ ഫ്ലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 22ലേക്ക് പോവാം. വിച്ച് ടൈപ്പ് ഓഫ് കാസ്റ്റൈൻ ഹാസ് ഹൈയസ്റ്റ് ഡക്റ്റിലിറ്റി? ഈ താഴെ പറയുന്ന ഏത് ടൈപ്പ് കാസ്റ്റൈൻ ആണ് ഡക്റ്റിലിറ്റി കൂടുതൽ? എന്താണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും ഉണ്ട്. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാണ്, എന്നാൽ ഒന്നുകൂടെ പറയാം. തിൻ ഷീറ്റ് ആയിട്ട് ഒരു മെറ്റീരിയലിനെ അല്ലെങ്കിൽ മെറ്റലിനെ മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് മാലിയബിലിറ്റി എന്ന് പറഞ്ഞത്. ഇനി ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ തിൻ വയറായിട്ട് മാറ്റിയെടുക്കുക. നിങ്ങളുടെ പേനയുടെ നിങ്ങളായിരിക്കുന്ന പേനയുടെ അത്രയും ഡയമീറ്റർ ഉള്ള അത്രയും നീളം ഉള്ള ഒരു വർക്ക് പീസ് നിങ്ങളെ തന്നു. ഇതിന് നിങ്ങൾക്ക് ഈ ഡയമീറ്റർ കുറച്ച് അതിന്റെ നീളം കൂട്ടി ഒരുപാട് കൊണ്ടുപോകാമെങ്കിൽ അതാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി ഉള്ളത് ഏത് ടൈപ്പ് ഓഫ് അയൺ കാസ്റ്റൈനാണെന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പം ഓപ്ഷൻ എ ഗ്രേ കാസ്റ്റൈൻ ആണോ, ഓപ്ഷൻ ബി ചിൽഡ് കാസ്റ്റൈൻ ആണോ, ഓപ്ഷൻ സി വൈറ്റ് കാസ്റ്റൈൻ ആണോ, ഓപ്ഷൻ ഡി നോഡുലാർ കാസ്റ്റൈൻ ആണോ? അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഈ നോഡുലാർ കാസ്റ്റൈൻ ആണ് നമ്മൾ ആൻസർ. നമുക്ക് അറിഞ്ഞൂടാ, അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. നോഡുലാർ കാസ്റ്റൈനിൽ ഈ സ്പെറോയിഡൽ ഷേപ്പിലാണ് നമ്മുടെ ഇത് ഗ്രാഫൈറ്റ് ഉള്ളത്. നോഡുലാർ കാസ്റ്റൈനകത്ത് ഗ്രാഫൈറ്റ് ഉണ്ട്. ഈ ഗ്രാഫൈറ്റ് നോഡുലാർ കാസ്റ്റൈനിൽ ഉള്ളത് ഒരു സ്പെറോയിഡൽ ഷേപ്പിലാണ്, ഒരു സ്പെറിക്കൽ പോലുള്ള ഒരു ഷേപ്പിലാണ് ഉള്ളത്. ഈ സ്പെറോയിഡൽ ഗ്രാഫൈറ്റ് ഗ്രേ കാസ്റ്റൈന്റെ ഡക്റ്റിലിറ്റിയും ടഫ്നെസ്സും കൂട്ടും. ഇപ്പൊ ഇതിന്റെ ഡക്റ്റിലിറ്റി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഡക്റ്റിലിറ്റി മാത്രമല്ല, ഈ സ്പെറോയിഡൽ ഷേപ്പിലുള്ള നോഡുലാർ കാസ്റ്റൈനിൽ സ്പെറോയിഡൽ ഷേപ്പിലുള്ള ഈ നമ്മുടെ ഗ്രാഫൈറ്റ് ഇതിന്റെ ഡക്റ്റിലിറ്റിയും കൂട്ടും ടഫ്നെസ്സും കൂട്ടും. ചിലപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് ടൈപ്പ് ഓഫ് കാസ്റ്റൈൻ ഹാസ് ദ എന്താ പറയുന്നത് ഹൈയസ്റ്റ് ടഫ്നെസ് എമോങ് ദീസ്? അപ്പം നോഡുലാർ കാസ്റ്റൈൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആരാ ഉള്ളത്? സ്പെറോയിഡൽ അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പിലുള്ള ഗ്രാഫൈറ്റ് ഉണ്ട്. ഈ സ്പെറോയിഡൽ ഷേപ്പിലുള്ള ഗ്രാഫൈറ്റ് ഈ നമ്മുടെ നോഡുലാർ കാസ്റ്റൈന്റെ ഡക്റ്റിലിറ്റിനെയും ടഫ്നെസ്സിനെയും കൂട്ടുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ, നോഡുലാർ കാസ്റ്റൈൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 23ലേക്ക് പോവാം. വിച്ച് കാസ്റ്റൈൻ ഗെറ്റ്സ് ഇറ്റ്സ് വൈറ്റ്നസ് വൈറ്റ് കാസ്റ്റൈൻ ഗെറ്റ്സ് ഇറ്റ്സ് വൈറ്റ്നസ്? ഇപ്പൊ വൈറ്റ് കാസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു കാസ്റ്റൈൻ ഉണ്ട്. അതിന്റെ ഈ വൈറ്റ്നസ് ഈ താഴെ പറയുന്ന ആരാണ് കൊടുക്കുന്നുള്ളതാണ്. ഓപ്ഷൻ എ ഗ്രാഫൈറ്റ് ഫ്ലേക്സ് ആണോ, ഓപ്ഷൻ ബി സിമെന്റേറ്റ് ആണോ, ഓപ്ഷൻ സി പിയർലൈറ്റ് ആണോ, ഓപ്ഷൻ ഡി ഫെറൈറ്റ് ആണോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, വൈറ്റ് കാസ്റ്റൈനിൽ സിമെന്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ Fe3C എന്ന് പറയുന്ന സാധനമാണ്. അതായത് Fe3C ആണ് അതിന്റെ മോളിക്കുലർ ഫോം എന്ന് പറയുന്നത്. Fe3C ആണ് അത്, അല്ലെങ്കിൽ നമ്മുടെ സിമെന്റേറ്റ് ആണ്. ഈ നമ്മുടെ വൈറ്റ് കാസ്റ്റൈനിൽ സിമെന്റേറ്റ് ആണ് ഉള്ളത് കൂടുതൽ. ഈ സിമെന്റേറ്റ് ആണ് വൈറ്റ് കാസ്റ്റൈനിന് വൈറ്റ് കളർ കൊടുക്കുന്നത്. ഓർത്ത് വെക്കണം, വൈറ്റ് കാസ്റ്റൈനിന് ആ വൈറ്റ്നസ് കിട്ടുന്നത് സിമെന്റേറ്റ് ആയ Fe3C ഉള്ളത് കൊണ്ടാണ്. അതായത് നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, സിമെന്റേറ്റ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 24ലേക്ക് പോവാം. വിച്ച് കാസ്റ്റൈൻ ഈസ് ബെസ്റ്റ് ഫോർ ഷോക്ക് റെസിസ്റ്റൻസ്? ഇപ്പൊ ഷോക്ക് റെസിസ്റ്റൻസ്, ഇപ്പൊ വണ്ടിയിൽ തന്നെ നമ്മൾ ഷോക്ക് അബ്സോർബർ എന്ന് പറയുന്ന സാധനം വെക്കത്തില്ലേ? അപ്പൊ ബൈക്കിനാണെങ്കിൽ നമുക്കത് വെളിയിൽ നിന്ന് കാണാൻ പറ്റും. ഫ്രണ്ടിൽ ആ ട്യൂബ് കണക്കൊരു സാധനം, അതിനകത്ത് ഒരു സ്പ്രിങ് കാണും, ഓയിൽ കാണും. ബാക്കിലാണെങ്കിൽ സ്പ്രിങ് നമുക്ക് വെളിയിൽ കാണാം, എന്നാലും അതിനകത്ത് ഓയിലുള്ള ഒരു പോർഷനും അതിനകത്ത് കാണും. എന്തിനാണ് ഈ ഷോക്ക് അബ്സോർബർ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇതിനകത്ത് വണ്ടി ഏതെങ്കിലും ഒരു ഭയങ്കര ഗട്ടറിൽ വന്ന് വീണാലും ആ ഗട്ടറിൽ നിന്നുണ്ടാകുന്ന ഇമ്പാക്ട് ഫോഴ്സ് അല്ലെങ്കിൽ ആ ഷോക്ക് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന ഷോക്ക് അബ്സോർബർ വണ്ടിക്കകത്ത് വെച്ചിരിക്കുന്നത്. ഈ ഷോക്ക് അതേപോലെ നമ്മൾ ഈ താഴെ പറയുന്ന ഏത് കാസ്റ്റൈനാണ് ഏറ്റവും കൂടുതൽ ഷോക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ഗ്രേ കാസ്റ്റൈൻ ആണോ, ഓപ്ഷൻ ബി മാലിയബിൾ കാസ്റ്റൈൻ ആണോ, ഓപ്ഷൻ സി വൈറ്റ് കാസ്റ്റൈൻ ആണോ, ഓപ്ഷൻ ഡി ചിൽഡ് കാസ്റ്റൈൻ ആണോ? അപ്പൊ നിങ്ങൾ ഈ മാലിയബിൾ കാസ്റ്റൈൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ടെമ്പേർഡ് കാർബൺ നോഡ്യൂൾസ് ഉണ്ട്. ഓർത്ത് വയ്ക്കുക, മാലിയബിൾ കാസ്റ്റൈനകത്ത് ടെമ്പേർഡ് ആയിട്ടുള്ള കാർബന്റെ നോഡ്യൂൾസ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ ഈ ടെമ്പേർഡ് കാർബൺ നോഡ്യൂൾസ് ആണ് മാലിയബിൾ കാസ്റ്റൈന്റെ ഷോക്ക് റെസിസ്റ്റൻസ് കൂട്ടുന്നത്. മാലിയബിൾ കാസ്റ്റൈന് ഷോക്ക് റെസിസ്റ്റൻസ് കൂടുതലാണ്. ഈ ഷോക്ക് റെസിസ്റ്റൻസ് കൂടാൻ മാലിയബിൾ കാസ്റ്റൈനകത്തുള്ള ഘടകം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ടെമ്പേർഡ് ആയിട്ടുള്ള കാർബന്റെ നോഡ്യൂൾസ് ആണ്. നോഡ്യൂൾസ് നോക്കുക, നമ്മുടെ ഓപ്ഷനകത്ത് ഗ്രേ കാസ്റ്റൈനും മാലിയബിൾ കാസ്റ്റൈനും വൈറ്റ് കാസ്റ്റൈനും ചിൽ കാസ്റ്റൈനും ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഷോക്ക് റെസിസ്റ്റൻസ് ഉള്ളത് നമ്മുടെ ഓപ്ഷൻ ബി ആയ മാലിയബിൾ കാസ്റ്റൈനാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് ടെമ്പേർഡ് ആയിട്ടുള്ള കാർബന്റെ നോഡ്യൂൾസ് ഉണ്ട്, അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ,
അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, മാലിയബിൾ കാസ്റ്റൈൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 25ലേക്ക് പോവാം. വിച്ച് ഫോം ഓഫ് കാസ്റ്റൈൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ റാപ്പിഡ് കൂളിംഗ് അല്ലെങ്കിൽ ചില്ലിങ്? ഈ റാപ്പിഡ് കൂളിങ്ങിനാണ് നമ്മൾ ചില്ലിങ് എന്ന് പറയുന്നത്. അപ്പം ഈ താഴെ പറയുന്ന ഏത് ടൈപ്പ് ഓഫ് കാസ്റ്റൈൻ ആണ് നമ്മൾ റാപ്പിഡ് ആയിട്ട് പെട്ടെന്നുള്ള തണുപ്പിക്കൽ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ഗ്രേ അയൺ ആണോ, ഓപ്ഷൻ ബി നോഡുലർ അയൺ ആണോ, ഓപ്ഷൻ സി വൈറ്റ് അയൺ ആണോ, ഓപ്ഷൻ ഡി മാലിയബിൾ അയൺ ആണോ? അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വൈറ്റ് കാസ്റ്റൈൻ അല്ലെങ്കിൽ വൈറ്റ് അയൺ എന്ന് പറയുന്ന സാധനം നമ്മൾ റാപ്പിഡ് ആയിട്ട് കൂൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഗ്രാഫൈറ്റ് ഉണ്ടാവും. സോറി, ഗ്രാഫൈറ്റ് ഉണ്ടാവില്ല, ഗ്രാഫൈറ്റ് ഉണ്ടാവുന്നത് തടയും. ഓർക്കുക, നമ്മൾ ഈ പറയുന്ന നമ്മുടെ വൈറ്റ് അയൺ നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ ഇതിനെ പെട്ടെന്ന്, ഭയങ്കര പെട്ടെന്ന്, അതിനാണ് റാപ്പിഡ് കൂളിംഗ് എന്ന് പറയുന്നത്. റാപ്പിഡ് കൂളിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഗ്രാഫൈറ്റ് ഉണ്ടാവുന്നത് നമുക്ക് തടയാൻ പറ്റും. ഇതിനകത്ത് ഗ്രാഫൈറ്റ് ഉണ്ടാവും, അത് നമുക്ക് റാപ്പിഡ് കൂളിംഗ് കൊണ്ട് തടയാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ പ്രോപ്പറായിട്ട് നമുക്ക് വൈറ്റ് കാസ്റ്റൈൻ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അതായത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ താഴെ പറയുന്ന ഓപ്ഷനായ ഗ്രേ അയണും നോഡുലർ അയണും വൈറ്റ് അയണും മാലിയബിൾ അയണും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റാപ്പിഡ് കൂളിംഗ് ചെയ്യേണ്ടത് വൈറ്റ് അയണിനെയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ റാപ്പിഡ് കൂൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഗ്രാഫൈറ്റ് ഉണ്ടാവുന്ന ആ പ്രോസസ്സിനെ നമ്മൾ തടയുവാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾക്ക് വൈറ്റ് കാസ്റ്റൈൻ ഉണ്ടാവും. നമ്മൾ എന്തായാലും ഓർക്കുക, വൈറ്റ് കാസ്റ്റൈൻ ഉണ്ടാക്കണമെങ്കിൽ റാപ്പിഡ് കൂളിംഗ് ചെയ്ത് ഗ്രാഫൈറ്റിന്റെ പ്രൊഡക്ഷനെ നമ്മൾ തടയണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് നമ്മുടെ ഓപ്ഷൻ സി വൈറ്റ് അയൺ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 26ലേക്ക് പോവാം. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ റോട്ട് അയൺ കണ്ടെയ്ൻസ് വെരി ലോ പെർസെന്റേജ് ഓഫ് കാർബൺ ടിപ്പിക്കലി. ഇപ്പൊ റോട്ട് അയൺ നമുക്കറിയാം, റോട്ട് അയണിനകത്ത് കാർബണിന്റെ കണ്ടന്റ് വളരെ കുറവാണ്. അത് എത്രയാണ് എന്നാണ് അവൻ ചോദിച്ചത്. 0.8 to 1.2% ആണോ, 0.3 to 0.8% ആണോ, 0.02 to 0.08% ആണോ, 2 to 4%? ഇപ്പൊ നിങ്ങൾക്ക് ഈ വാല്യൂസ് വെച്ചിട്ട് അതിനകത്ത് ഏറ്റവും കുറഞ്ഞ വാല്യൂ നമുക്ക് 0.02 to 0.08% ആണ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ റോട്ട് അയൺ എന്ന് പറയുന്നത് അയണിന്റെ ഒരു പ്യൂർ ഫോം ആണ് നമുക്ക് പറയാം. റോട്ട് അയൺ എന്ന് പറയുന്നത് അയണിന്റെ ഒരു വളരെ പ്യൂരിറ്റി ഉള്ള ഒരു ഫോം ഓഫ് അയൺ ആണ് റോട്ട് അയൺ. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ പറയുന്ന 0.02 to 0.08% ഒക്കെ കാർബൺ കാണത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ റോട്ട് അയൺ ഭയങ്കര ഡക്റ്റൈലായിരിക്കും. അതായത് ഈ പറയുന്ന കാർബൺ എത്രത്തോളം ആഡ് ചെയ്യുന്നു, നമ്മൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ എത്രത്തോളം കൂടുതൽ ആഡ് ചെയ്യുന്നു അതനുസരിച്ച് ഈ സാധനം എന്താവും, ബ്രിട്ടിലായിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ കാർബണിന്റെ കണ്ടന്റ് കുറയുന്നതനുസരിച്ച് ഇത് കൂടുതൽ ഡക്റ്റൈലായിരിക്കും. അത് ഓർത്ത് വെക്കണം. നമ്മളിപ്പം ഈ പറയുന്ന നമ്മുടെ റോട്ട് അയൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു അയണിന്റെ ഒരു പ്യുവർ ഫോം എന്ന് നമുക്ക് പറയാം. ഇതിനകത്ത് 0.02 to 0.08% കാർബൺ മാത്രമേ കാണൂ. ഈ ലോ കണ്ടന്റ് കാർബൺ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ റോട്ട് അയൺ എന്ന് പറയുന്നത് ഭയങ്കര ഡക്റ്റൈലായിരിക്കും. അതായത് നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 0.02 to 0.08% കാർബൺ മാത്രമേ